എന്തല്ല ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ ഇന്ന് ഞായറാഴ്ച, എനിക്ക് ലീവ്, എൻ്റെ റൂമിലുള്ള അധികം ആൾക്കും ലീവ് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒരു സിനിമയ്ക്ക് ഇറങ്ങിയ റൂമിലുള്ളവർ തന്നെ ബുക്ക് ചെയ്താണ്. അപ്പോൾ ഞങ്ങളുടെ റൂമിനടുത്തുള്ള ഷാബിയ 10 സഫീർ മാളിലാണ് ഞങ്ങൾ സിനിമയ്ക്ക് പോകുന്നത്. ഇവിടെ അടുത്ത് 2 തിയേറ്ററുകളിൽ, ഒന്ന് ദൽമ മാളിലും ഒന്ന് സഫീർ മാളിലും. അപ്പോൾ ഞങ്ങൾ സഫീർ മാളിലെത്തി. ഇതൊരു മാളാണ്, സൂപ്പർ മാർക്കറ്റുകൾ, അങ്ങനെ മറ്റുള്ള കടകൾ, കോഫി ഷോപ്പുകൾ, അങ്ങനെയൊക്കെ ഉള്ളൊരു മാള്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ നല്ല അത്യാവശ്യം നല്ല സെറ്റപ്പ് മാള്. അപ്പോൾ ഇതിൻ്റെ 2nd ഫ്ലോറിലാണ് തിയേറ്റർ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ഈ കടയുടെ ഇടയിലൂടെ ഒക്കെ വേണം അങ്ങോട്ട് പോകാൻ. അവിടെയൊക്കെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനൊക്കെ വെച്ച് കണ്ടില്ലേ. ഞങ്ങൾ തിയേറ്ററിന് മുമ്പിലെത്തി. ഇതാണ് തിയേറ്റർ ഭാഗത്തിൻ്റെ സെക്ഷൻ. അപ്പോൾ അത്യാവശ്യം ഇവിടെ നല്ല ഡെക്കറേഷനുകളൊക്കെ അടിപൊളിയാണ്. ഞാൻ അവിടെ 3ാമത്തെ പടം കാണാനാണ് വരുന്നത്. പക്ഷേ ഇന്ന് അത്യാവശ്യം ആളുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നല്ല പടം ആയതുകൊണ്ടാണെന്നറിയില്ല, ഞായറാഴ്ച ആയതുകൊണ്ടാണെന്നറിയില്ല. എന്തായാലും ഞങ്ങളുടെ റൂമിലിതാ ഞാൻ, സുവൈദ് ഭായ്, നിജാസ് ബ്രോ, ഷഫീൽ ബ്രോ, വിവേക്, ഷാഫിക്ക, ഇജാസ്, സജീർ ബ്രോ, അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരുണ്ട്. ഞങ്ങൾക്ക് തിയേറ്റർ 3ലാണ് പോകേണ്ടത്. ഞങ്ങൾ ആ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഒരു ആവറേജ് തിയേറ്ററാണ് ഇവിടെയൊക്കെയുള്ള മൾട്ടിപ്ലസ് തിയേറ്ററുകൾ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ അങ്ങനെയാണല്ലോ. അവിടെ 100-200 സീറ്റുകളൊക്കെ ഉണ്ടാവുള്ളൂ മാക്സിമം. അപ്പോൾ ഞങ്ങളെ സീറ്റിൽ കൂടെ വന്നവരൊക്കെ സീറ്റിൽ നിന്ന് ഞാൻ എൻ്റെ സീറ്റിലേ പോവുകയാണ്. ഷാഫിക്ക, നിജാസും സജീർ ബോയും അവിടെ സീറ്റിലിരുന്ന്. അപ്പോൾ ഞങ്ങളെ സീറ്റ് കിട്ടിയിരിക്കുന്നത് ഏകദേശം ഒരു സൈഡ് ഭാഗത്തേക്കാണ്. അപ്പോൾ ഏകദേശം ഫ്രണ്ടിൽ തന്നെ. ഇതാണ് തിയേറ്ററിൻ്റെ കാഴ്ചകളെ. ഈ കാണുന്നതാണ്, ഇവിടെ നിന്നാണ് സിനിമ കളിപ്പിക്കുന്നത്. അപ്പോൾ സിനിമ തുടങ്ങിക്കഴിഞ്ഞ്, അപ്പോൾ രജപുത്ര ഫിലിംസാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ചിപ്പി ചേച്ചിയുടെ ഭർത്താവ്. അപ്പോൾ അദ്ദേഹവും കുറേ കാലത്തിന് ശേഷമാണ് തോന്നുന്നു ഒരു പടം ചെയ്യുന്നത്. അപ്പോൾ പടം തുടങ്ങിക്കഴിഞ്ഞ് പടം ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ മനസ്സിലായിട്ടുള്ളത് ഏതാണ് പടം വരിക? ലാലേട്ടൻ്റെ തുടരും എന്നാണ് വരിക. അപ്പോൾ നല്ലൊരു പടമാണ് മക്കളെ. ഇത് നമ്മൾ കാണേണ്ട പടമാണ്. കാണാൻ പോയി പറ്റുന്നവർ തിയേറ്ററിൽ തന്നെ പോയി കാണുക. കുറേ കാലത്തിന് ശേഷം നമ്മൾ ശോഭന ചേച്ചി, ലാലേട്ടൻ കൂട്ടുകെട്ടൊക്കെ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ അവരൊരു കെമിസ്ട്രിയൊക്കെ നമുക്കറിയാം, പഴയ സിനിമകളിലൊക്കെ അടിപൊളിയാണ്. പിന്നെ ഒരു പുതിയൊരു സംവിധായകനാണ്, പുതിയെന്ന് പറയാൻ പറ്റില്ല, എന്നാലും 2-3ാമത്തെ പടം തോന്നുന്നു അദ്ദേഹത്തിൻ്റെ, തരുൺമുക്തി സാറിൻ്റെ. അപ്പോൾ ലാലേട്ടനും ഇദ്ദേഹവും തമ്മിൽ ഒരുമിക്കുന്ന ആദ്യത്തെ പടമാണ്. അപ്പോൾ നല്ല ഫാമിലി മൂവിയാണ്. ഫാമിലി കാര്യങ്ങൾ മാത്രമല്ല, നല്ല റൊമാൻസ് ഉണ്ട്, സ്റ്റണ്ട് ഉണ്ട്, നല്ല ക്ലൈമാക്സ് ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ലാലേട്ടനിൽ നിന്ന് നമ്മൾ കാണാനായിരിക്കുന്ന എല്ലാവിധ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറ ആയാലും പാട്ടുകളായാലും എല്ലാം അടിപൊളിയാണ്. ഒരു മഴ പെയ്ത് തോർന്ന പോലുള്ളൊരു ഫീലിംഗ് ആ പടം കണ്ടു കഴിഞ്ഞിട്ട്. ഇത് വില്ലൻ സൂസു പരസ്യമൊക്കെ ചെയ്ത ഫിലിം നമ്മുടെ പരസ്യ സംവിധായകൻ പ്രകാശ് വർമ്മ, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പടമാണ്. ഒടുക്കത്തെ അഭിനയം. എന്നാൽ എല്ലാവർക്കും താങ്ക്സ്.